ഇന്ന് രാവിലെ നല്ല മഴ കാരണം അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണീക്കാം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണീക്കാന്ന് വെച്ചാൽ അങ്ങനെ കിടന്നു ട്ടോ. പിന്നെ വേഗം എണീറ്റിട്ട് ഞാൻ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മടിയും തിക്കും തിരക്ക് അടിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പണികൾ ഒതുങ്ങി കഴിഞ്ഞപ്പോഴായിട്ട് ഞാൻ ചോറിനുള്ള പയറും കായും ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ അത് വേഗം വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാ. അപ്പൊ അതേ ചായ വേഗം ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പയറും കായും അടുപ്പത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പയർ ആദ്യം കുറച്ച് വേവിച്ച ശേഷമായിട്ടാ പിന്നെ ഞാൻ ഇതിട്ടത്, കായിട്ടത്. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്. ചെറുള്ളി കഴിഞ്ഞ കാരണം സവാള ഇട്ടു. വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് എന്നിട്ട് ഇപ്പൊ വേപ്പില ഇടണം കേട്ടോ. വേപ്പില നോക്കിയപ്പോൾ വേപ്പില കാണാനില്ല, കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓട്സ് പുട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ഓട്സ് പുട്ട് റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം പുറത്ത് ഒരു ചെറിയൊരു മരം ഉണ്ട് ട്ടാ. അപ്പൊ അത് വന്ന് പൊട്ടിക്കണം. ഏട്ടൻ്റെ അടുത്ത് ഇത് പൊട്ടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്, കാരണം അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് കഴിഞ്ഞ കാരണം ഇതിലേക്ക് വേപ്പിലിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വേഗം ഏട്ടൻ കാണാണ്ട് വന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇടണം കേട്ടോ. അപ്പൊ അങ്ങനെ വേഗം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേപ്പിലൊക്കെ കഴുകി വേഗം ഉരിഞ്ഞിട്ടിട്ടുണ്ട്. കുത്തുമുളകാണ് ശരിക്കും ഇടേണ്ടത്. ഇതിലേക്ക് ഇടിച്ച മുളക് പകരം ഞാൻ മുളക് പൊടി ഇട്ടിരിക്കണം, കാരണം അതും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേഗം അത് സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ മൂത്ത് വന്ന ശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന പയറും കായും ഇതിലേക്ക് ഇടണം. ഇത് കഞ്ഞിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മഴക്കാലത്ത് കഞ്ഞി കുടിക്കാൻ പറ്റിയൊരു ഉപ്പേരിയോ മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഉപ്പേരി എന്നൊക്കെ പറയും, ചിലയിടത്തൊക്കെ മെഴുക്കുവരട്ടി, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അതിനെ. അങ്ങനെ വേഗം അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. തൃശ്ശൂർക്കാരൊക്കെ ഉപ്പേരി തന്നെ കൂടുതൽ പറയാൻ തോന്നുന്നു. അങ്ങനെ വേഗം പൊന്നൂസ് സ്കൂളിൽ പോകുന്ന നേരത്ത് വേഗം ദോശ സാമ്പാർ കൊടുത്ത് അവൾ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ ഏട്ടന് ആദ്യം കൊടുത്താൽ ഏട്ടനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പം ഞാനും വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എഗ് വൈറ്റാണ് കഴിക്കുന്നത്, എഗ് വൈറ്റും പഴവും ഓട്സ് പുട്ട് കഴിക്കുന്നത്. അപ്പൂസാണെങ്കിൽ എണീറ്റിട്ടില്ല, നല്ല ജലദോഷം ഉണ്ട്. അപ്പം ക്ലാസ്സിൽ വിടണില്ല. അപ്പം അവൻ എണീറ്റ് വന്നിട്ടില്ല. അപ്പം ഏട്ടനെ കളിയാക്കട്ടെ, ബ്രേസ്ലെറ്റ് രണ്ടെണ്ണം ഇട്ട് നടക്കുന്നു പറഞ്ഞിട്ട് കളിയാക്കാണ്. അപ്പം ഏട്ടൻ എന്നോട് അങ്ങനെ നേരം പറഞ്ഞിരിക്കട്ടെ, ഇനി ജോലിക്ക് പോകേണ്ട ആളാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ.